ഡേ 80 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 80ാമത്തെ ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിന് ശേഷം നല്ല രീതിയിൽ ഒരു അപ്സൈഡ് റാലി നടത്തി. അതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഒരു ഫോളോ ആണ് വന്നത്. അതിന് ശേഷം ഫോളോ വന്നിട്ട് പിന്നെ ഒരു അധികം നേരം വലിയൊരു മൂവ്മെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിൽ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിക്കാണ്ട് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യായിരുന്നു. രണ്ടിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിൽ ഇന്ന് നമുക്ക് ഏകദേശം സെയിം ടൈപ്പ് പാറ്റേൺ തന്നെയാണ് കണ്ടത്. സോ അധികം മോർണിംഗ് ടൈമിലൊന്നും നമുക്ക് വലിയ ട്രേഡ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു ട്രേഡ്സ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ഫുള്ള്. പക്ഷേ അത് നമ്മൾ എൻട്രി പോയിന്റ് വരാത്തതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തില്ല. ഇനി നമുക്ക് ആകെ വന്നത് നമ്മൾ സിസ്റ്റം പ്രകാരം ആകെ ഒരു ട്രേഡാണ് വന്നത്. സോ ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷിർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സമയം ഒരു 2:05 നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലാണ്. നമ്മൾ ഏകദേശം ഇത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് ട്രേഡ് വന്നത് നിഫ്റ്റിയിലാണ്. ഫസ്റ്റ് ട്രേഡ് വന്നത് ഇതുവരെ നമുക്ക് നമ്മളെ സെറ്റപ്പിൽ വന്ന ഒരു ട്രേഡും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഒരുപാട് മോർണിംഗ് 9:15 മാർക്കറ്റിൽ മുന്നിലിരിക്കൽ തുടങ്ങി. ഇതുവരെ ഒരു ട്രേഡ് വന്നിട്ടായിരുന്നു. നിഫ്റ്റിയിൽ ഏകദേശം നമുക്കൊരു സ്മോളർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിംഗ് മാർക്കറ്റ് കഴിഞ്ഞ് അതിൻ്റെ ശേഷം നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡിലേക്ക് ഫോള് വന്ന് മാർക്കറ്റ് ആ ഡൗൺ സൈഡിലേക്ക് ഫോള് വന്നപ്പോൾ നമ്മൾ ഏകദേശം നല്ല രീതിയിലൊരു സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടി. പിന്നെ നമ്മളൊരു ഗ്യാൻ ബോക്സിൽ വരച്ചുകൊണ്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ ഡിസ്കൗണ്ടഡ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസ്കൗണ്ടഡ് ഏരിയയിൽ നമ്മളൊരു നല്ലൊരു വോളിയം ഇംബാലൻസ് ഇൻവേർഷൻ കണ്ടു. വി എ ബി ഇൻവേർഷൻ കണ്ടപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ആയപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. സോ കറക്റ്റ് ഏകദേശം മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ സൈഡ് ഫോളോ ആവും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ വിചാരിക്കുന്ന ഇന്നത്തെ ഡയലോ വരെ സ്വീപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ട്രേഡ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം മാർക്കറ്റ് ഒന്നാമത് നല്ല മോർണിംഗ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫോൾ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊരു കൺസൾട്ടേഷൻ ആണ് മാർക്കറ്റ്. കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ ഓവറല്ല, ഒരു റേഞ്ച് ബൗണ്ടറിൽ ഇരുന്ന് കിടന്ന് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് സൈഡ് ഡൗൺ സൈഡ് ഉള്ള ലെവലിൽ. അതും പ്രീമിയം ഒന്നാണെങ്കിൽ ഭയങ്കര മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. ഭയങ്കര ഫ്ലൈറ്റ് ആയിട്ട് ഒരു സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ പറ്റിയ മാർക്കറ്റാണ്. പോരാതെ ഇന്ന് സെൻസെക്സ് എക്സ്പയറിങ് കൂടിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ ഒരു വ്യൂ കിട്ടിയപ്പോൾ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലേറ്റ് ആയിട്ടാണ് എൻട്രി വന്നത്. സോ എന്താവും അറിയില്ല. കാരണം നമ്മൾ ഏകദേശം സെറ്റപ്പ് ബേസ് ചെയ്തിട്ടുള്ള എൻട്രി തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് ഏകദേശം 2 SL ഹിറ്റായി. കാരണം നമ്മൾ സെറ്റപ്പ് പ്രകാരം വന്ന ട്രേഡ് തന്നെയാണ് അതും. പക്ഷേ എൻട്രി എടുത്തത് SL ഹിറ്റായി. ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ എൻട്രി എടുത്തതും ഉണ്ടാക്കിയതൊക്കെ മൊബൈലിൽ തന്നെയായിരുന്നു. കാരണം വീട്ടിലില്ലായിരുന്നു, സിസ്റ്റത്തിന് മുന്നിലില്ലാത്തതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തതും കാര്യങ്ങളൊക്കെ മൊബൈൽ തന്നെയാണ്. സോ ഏതായാലും നമുക്ക് ഈ ട്രേഡ് എങ്ങനെയാവും നോക്കാം. SL ആണോ ടാർഗറ്റ് ആണോ എന്നുള്ളത്. പിന്നെ ടൈം ഏകദേശം കഴിയാനായിരിക്കണം. ഏകദേശം ഇനി മാർക്കറ്റ് ക്ലോസ് ആവാൻ 1 hour കൂടെ ഉള്ളൂ. സോ നമുക്ക് ഏകദേശം ആ ടൈം ആകുമ്പോൾ മാർക്കറ്റ് ഇനിയിപ്പോൾ എന്തായാലും 3:15 ആകുമ്പോൾ SL ടാർഗറ്റോ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും ഈ ട്രേഡ്. സോ ഏതായാലും നോക്കാം, നമുക്ക് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. ഈ ട്രേഡ് ഒന്നാമത് ഞാൻ കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ കാരണം ഈ നല്ലൊരു ട്രെൻഡ് ലൈനിൽ മാനിപ്പുലേഷൻ നടത്തി. 1 minute നല്ലൊരു അടിപൊളി ട്രെൻഡ് ലൈനാണ്. പോരാത്തിന് ഈ പാറ്റേൺ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം നല്ലൊരു ഫ്ലാഗ് പാറ്റേൺ ഒക്കെയാണ് ഫോം ആയിരിക്കുന്നത്. സോ അത് ബ്രേക്ക് ചെയ്താൽ എല്ലാവരും ഒരു അപ്സൈഡ് വ്യൂ എന്നുള്ള ലെവലിൽ മാർക്കറ്റിൽ എൻട്രി എടുക്കും കുറേ ബയ്യേഴ്സ്. സോ അവരെ ട്രാപ്പ് ചെയ്യാനും കൂടി മാർക്കറ്റ് ഡൗൺ സൈഡ് വരേണ്ടതാണ്. സോ അത് ബേസ് ചെയ്താണ് എൻട്രി എടുത്തുക്കണം. ഏതായാലും ഈ ട്രേഡ് നോക്കാം. 1:5 ആണ്. നിഫ്റ്റിയിൽ 2 ലോട്ട് ബേസ് ചെയ്തിട്ടാണ് കയറിയാണ്. 8 പോയിൻറ്റ് SL ഏകദേശം 40 points ടാർഗറ്റും വെച്ചാണ്. ഏതായാലും ഈ ട്രേഡ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. ഏകദേശം നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റോളം കഴിഞ്ഞ് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഏതായാലും നമ്മളുടെ ഈ ഒരു ട്രേഡ് നമുക്ക് കോസ്റ്റൊക്കെ ട്രയൽ ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ SL ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ. കാരണം മേ ബി ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡയലോ തന്നെയാണ്. ഇനി മാർക്കറ്റ് ഒന്നാമത് സെൻസെക്സ് എക്സ്പയറിങ് കാര്യങ്ങളൊക്കെയാണ്. സോ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ ആ എൻട്രി എടുക്കുന്നതിൻ്റെ മേലുണ്ടായ ആ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട് അതിൽ. സോ നമ്മൾ പിന്നെ ആ ഒരു റിസ്ക് എടുക്കേണ്ട എന്നുള്ള ലെവലിൽ നമ്മൾ ഈ ഒരു സ്വിംഗ് ലോ എടുത്തപ്പോൾ മേ ബി മാർക്കറ്റ് കാരണം ആ ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് എൻട്രി എടുക്കണ ഒറ്റ കേസിൽ ഏകദേശം ഈ സ്വിംഗ് ലോ എടുത്തോടുകൂടെ മാർക്കറ്റ് ഹണ്ട് ചെയ്ത്
കാരണം അവരുടെയൊക്കെ SL ഈ ഒരു ലോയിലായിരിക്കും. ആ ഹണ്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന രീതിയിൽ ചിലപ്പോൾ ഒരു അപ്സൈഡ് ജസ്റ്റ് ഒന്ന് വീണ്ടും ഉണ്ടാക്കിയ ഒരു ഡബിൾ ടോപ്പും ആയിരിക്കണം, അത് വന്ന് സ്വീപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു റിസ്ക് എടുക്കേണ്ട എന്നുള്ള, നമ്മളിപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ആ റിസ്ക് എടുക്കേണ്ട എന്നുള്ള ലെവലിലാണ് നമ്മൾ കോസ്റ്റ് റിലേറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും മാർക്കറ്റ് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ആവും, റിവേഴ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് പിടിക്കുകയും ചെയ്യാം. കാരണം മാക്സിമം ടാർഗറ്റ് നമ്മൾ പിടിക്കാൻ നോക്കണം. കാരണം നമ്മൾ പ്രോപ്പർ റിസ്ക് റിവാർഡ്, നമുക്ക് ടാർഗറ്റ് റിസ്ക് റിവാർഡാണ് മെയിനായിട്ട്. ആ ടാർഗറ്റ്, ആ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ഇമോഷണൽ വർക്ക് ചെയ്യാതെ അത് മാക്സിമം അത് അച്ചീവ് ചെയ്യാൻ നോക്കണം. അതുവരെ മാക്സിമം ട്രേഡ് ഹോൾഡ് ചെയ്യണം. കാരണം അവിടെ നമുക്ക് ട്രേഡിങ് വിജയം ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും വേഗപ്പ് ഒരു സ്വിംഗിലോ എടുത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇത് എടുത്ത് നമ്മൾ മാർക്കറ്റ് റിവേഴ്സ് ആവണമായിരിക്കും 1-2 ക്യാൻഡിൽ ഫോം ആയപ്പോഴത്തേന് നമ്മളത് എക്സിറ്റ് ചെയ്യാൻ നിന്നാൽ നമുക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ടാർഗറ്റ്, നമ്മളിപ്പോൾ ഒരു എൻട്രി എടുക്കുന്നതിന് മുന്നേ നമുക്ക് അതിലൊരു SL വേണം, ഒരു ടാർഗറ്റും വേണം. അത് എപ്പോൾ ഹിറ്റ് ആവണോ അപ്പം മാത്രമേ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. അതിൻ്റെ അടിയിൽ പിന്നെ നമുക്ക് റിവേഴ്സലാവാൻ ചാൻസ് ഉള്ളിടത്തുനിന്ന് മാക്സിമം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിസ്ക് കുറക്കുക എന്നുള്ള ലെവലിൽ കോസ്റ്റ് ട്രയൽ ചെയ്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ ഒരിക്കലും നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ റിവേഴ്സ് പിന്നെ അത്രയും കൺഫർമേഷൻ നമുക്ക് ഉറപ്പാണ്. നമുക്ക് അവിടുന്ന് ഒരു റിവേഴ്സൽ സെറ്റപ്പ് നമുക്ക് കിട്ടി മാർക്കറ്റ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് അവിടുന്ന് റിവേഴ്സൽ സെറ്റപ്പ് കിട്ടിയാൽ മാത്രം വേണമെങ്കിൽ നോക്കണം, അല്ല ജസ്റ്റ് ആ ഒരു ലോന്ന് തിരിച്ച് കയറുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നമ്മളവിടെ എക്സിറ്റ് ആവാൻ പാടില്ല. നമ്മൾ മാക്സിമം റിസ്ക് കുറക്കുക. കോസ്റ്റൊക്കെ ട്രയൽ ചെയ്താൽ നമുക്ക് റിസ്ക് കുറഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ തിരിഞ്ഞാലും നമ്മൾ കോസ്റ്റേ പോവുള്ളൂ, കോസ്റ്റിൽ നമ്മൾ എക്സിറ്റ് ആവുള്ളൂ, നമുക്ക് ലോസ് ഉണ്ടാവില്ല. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സോ അങ്ങനെ ഏതായാലും ഈ സ്വിംഗ് ടാപ്പ് ആയപ്പോൾ നമ്മൾ ഏതായാലും കോസ്റ്റ് ട്രയൽ ചെയ്ത് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ഏതായാലും ഈ ട്രേഡ് എങ്ങനെ പോകുന്ന നോക്കാം. ഏകദേശം 2:30 മണി ആയിക്കണം. ഇനി എന്താവുമെന്ന് അറിയില്ല. കാരണം ഏകദേശം ഒരു 3/4 മണിക്കൂറും കൂടി ഉള്ള മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ ടാർഗറ്റ് കിട്ടും എന്ന് വിചാരിക്കണം. കാരണം മാർക്കറ്റിൽ നിന്ന് മൂവ്മെൻറ്റ്സ് വളരെ സ്ലോ ആണ്. ചില ടൈമിൽ മാത്രമേ ഒരു പ്രീമിയത്തിലൊരു പമ്പിങ് ഉള്ളൂ. എല്ലാം നിങ്ങളുടെ മാർക്കറ്റ് വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. സോ ഏകദേശം നോക്കാം നമുക്ക് ഈ ട്രേഡ് എന്താവുന്നു. അപ്പോൾ സമയം നോക്കിയാൽ കാണാൻ കഴിയും ഏകദേശം 3:15 ആയിക്കണം. ഏകദേശം മാർക്കറ്റ് ക്ലോസ് ആവാനുള്ള ടൈം ആയിക്കണം. സോ നമുക്ക് ഏതായാലും ഈ ട്രേഡ് ടാർഗറ്റ് അടിക്കുമോ നോക്കാം. ഏകദേശം ഒരു 8 പോയിൻറ്റും കൂടി ഉള്ളൂ. പക്ഷേ നമുക്ക് ഓവറായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ കഴിയില്ല. മാർക്കറ്റ് ക്ലോസ് ആവുന്നതിൻ്റെ മുന്നേ എക്സിറ്റ് ആവണം നമ്മൾ, അല്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് പോകും. ഓട്ടോ സ്ക്വയർ ഓഫ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചാർജ് പിടിക്കും നമ്മളെത്തുന്നത്. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിൻ്റെ ഒരു 5-10 സെക്കൻഡിന് മുന്നേ നമ്മൾ എക്സിറ്റ് ആവും. അതിന് മുന്നേ ടാർഗറ്റ് അടിച്ചാൽ കിട്ടി, ഇല്ല ടൈമായി, ഏകദേശം നമുക്ക് എക്സിറ്റ് ചെയ്യാം. സോ നമ്മൾ ഏകദേശം ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഏകദേശം ഫുൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 40 പോയിൻറ്റ്സ് കിട്ടിയിട്ട് ചെയ്യാം. ഏകദേശം 5160 ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 34.5 പോയിൻറ്റോളം കിട്ടിയത്. സോ കുഴപ്പമില്ല. കാരണം മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. അല്ല അപ്പം ഇപ്പോൾ പോയി ടാർഗറ്റ് അടിക്കുക കാര്യം. പക്ഷേ നമുക്ക് മാർക്കറ്റ് 3:15 വരെയാണ് നമുക്ക് മാർക്കറ്റിൽ ട്രേഡ്സ് പ്ലേസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഏതായാലും ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി. ഏകദേശം ഇന്ന് 5160 രൂപയോളം നമ്മൾ ഈ ഒറ്റ ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. സോ ഇതാണ് പറഞ്ഞത്, നമ്മൾ ഇന്നലെ 2 ട്രേഡ് ലോസ് ബുക്ക് ചെയ്താലും 2000 സംതിങ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തത്. സോ നമ്മൾ ആ റിസ്ക് റിവാർഡ് കൊണ്ട് 1:5 അടിച്ചില്ല എന്നുണ്ടെങ്കിൽ 5ൻ്റെ തൊട്ടടുത്ത് വന്നുകൊണ്ട് നമുക്ക് ഏകദേശം ആ 2 ട്രേഡിൻ്റെ ലോസും കവറായി, കുറച്ച് പ്രോഫിറ്റിലും ആയി. സോ ഇതാണ് നമ്മൾ പ്രോപ്പർ ട്രേഡിൽ, ഏത് ട്രേഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ട്രേഡ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സിംഗിൾ കൊടുത്തേക്കിന് ഞാൻ ഈ ട്രേഡ് എക്സിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ചിലപ്പം ഈ ഒരു പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ SLഉം ടാർഗറ്റും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം, അവിടെ മാത്രം എക്സിറ്റ് ആവുക. സോ ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് ഒരു ട്രേഡ് മാത്രമേ അന്ന് വന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 1:5ൻ്റെ അടുത്ത് വരെ നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിഞ്ഞു. സോ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് പിയാനിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. പൊസിഷനിൽ നമ്മൾ ഒരു ട്രേഡ് മാത്രം എടുത്ത് ഏകദേശം 5160, ഏകദേശം 6000 രൂപ കിട്ടേണ്ട ഒരു ട്രേഡ് ആയിരുന്നു. പക്ഷേ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ആവുന്ന ആ ടൈമിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. സോ 5160 ബുക്ക് ചെയ്തത്. സോ നമ്മൾ എക്സലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഡേ 29th ഏപ്രിൽ 5160 അന്നത്തെ പ്രോഫിറ്റ്.
പിന്നെ ഇന്നലത്തെ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ഇന്നലെ ഔട്ട്സൈഡ് ആയിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തതൊക്കെ മൊബൈലിലായിരുന്നു, അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഈവനിങ് ആണ് എത്തിയത്. സോ ഇന്നലെ വീഡിയോ ചെയ്തിട്ട് ഇന്നലെ നമ്മൾ ടോട്ടൽ 2 ട്രേഡായിരുന്നു എടുത്തത്. സോ 2 ട്രേഡിൽ നമുക്ക് രണ്ട് ട്രേഡും നമുക്ക് ഇന്നലെ SL അടിച്ചത് ഏകദേശം 2137 രൂപയോളം ഇന്നലെ ലോസ് ഉണ്ടായി. ഏകദേശം 200.37 രൂപ ചാർജ് ഉണ്ടായിരുന്നു. 2337 ഇന്നലെ ലോസാണ് ബുക്ക് ചെയ്തത്. അതേമാതിരിക്ക് കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ചെയ്യുന്നത്, അന്ന് നമുക്ക് ട്രേഡ്സ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് ഇവിടെ 0 ആയിട്ട് കാണാം. സോ ഇന്നത്തെ പ്രോഫിറ്റ് ഇവിടെ എൻ്റർ ചെയ്തതാണ്. സോ നമ്മൾ ഡേ 80 എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 311 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ നല്ലൊരു ദിവസം നിന്ന് നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിഞ്ഞു. കാരണം ഇതാണ് ഞാൻ പറഞ്ഞ റിസ്ക് റിവാർഡ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് ഒരുപാട് ബാഡ് ഡേയ്സിലൂടെ നമ്മൾ കടന്നു പോയെങ്കിലും നമുക്ക് ഒരു നല്ല 1-2 ട്രേഡ് കിട്ടിയാൽ തന്നെ നമ്മൾ ആ റിസ്ക് റിവാർഡ് 1:5 എന്നുള്ള ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യണോണ്ട് നമുക്ക് ഏകദേശം നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിയും. കാരണം 1:5 എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് റിവാർഡ് ഏകദേശം നമ്മൾ 5 ട്രേഡ് ലോസ് അടിക്കണം. 5 ട്രേഡ് നമുക്ക് ഒറ്റ ട്രേഡിൽ പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രേഡ് പ്രോഫിറ്റ് ആയാൽ തന്നെ നമുക്ക് ലാസ്റ്റത്തെ ഒരു 5 ട്രേഡിൻ്റെ ലോസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു 1-2 ട്രേഡ്, ഒരു 10 ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ട്രേഡൊക്കെ പ്രോഫിറ്റ് ആയാൽ തന്നെ നമുക്ക് ആ 10 ബാക്കിയുള്ള 7 ട്രേഡ് ലോസ് ആയാലും നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിയും. അതാണ് നമ്മൾ റിസ്ക് റിവാർഡ് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറയാൻ കാരണം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡേ 80 നമ്മൾ ഇത്രയും സ്ട്രഗിളായിട്ടുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോയെങ്കിലും നമ്മൾ ഈ ഒരു ദിവസം എത്തിയപ്പോൾ നമ്മളത് പ്രോഫിറ്റിലോട്ട് കൺവേർട്ടായി. ചെറിയ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ ആ ഒരു നമ്മൾ മാക്സിമം നമ്മളെ എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ സിസ്റ്റം വർക്ക് ആവാതെ വരുമ്പോൾ നമ്മൾ മാക്സിമം റിസ്ക് കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ റിസ്ക് റിവാർഡും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്തായാലും പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. മാക്സിമം ഫിക്സഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡ് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രേഡിങ്ങിൽ ഫെയിൽ ആവും. കാരണം പല ട്രേഡിലും നമ്മൾ പല റിസ്ക് റിവാർഡ് കൊടുത്തൊരു കാര്യം നമ്മൾക്ക് എപ്പോഴും ഒരു ഫിക്സഡ് റിസ്ക് റിവാർഡ് വേണം. ഇനിയിപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ചാർട്ടിൽ ടാർഗറ്റ് അടിച്ച്, പക്ഷേ പ്രീമിയത്തിൽ നമുക്ക് നമ്മൾ ആ റിസ്ക് റിവാർഡിൻ്റെ ടാർഗറ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എക്സിറ്റ് ആവരുത്. മാക്സിമം നമ്മളൊന്ന് കോസ്റ്റൊക്കെ ട്രയൽ ചെയ്യുക. പിന്നെ അത്രയും കൺഫേം ആണ് നമുക്ക് അവിടുന്ന് റിവേഴ്സൽ സെറ്റപ്പ് ഫോമായി മാർക്കറ്റ്. ഇപ്പോൾ ആ ഒരു നമ്മളെ ടാർഗറ്റ് അടിച്ചിട്ട് അവിടുന്ന് നമുക്ക് ഓപ്പോസിറ്റ് റിവേഴ്സൽ സെറ്റപ്പ് ഫോമായി നമുക്ക് റിവേഴ്സൽ ഒരു എൻട്രി വരും എന്നുള്ള സിനാരിയോയിൽ മാത്രം അത് എക്സിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക എന്നല്ലാതെ നമ്മൾ മാക്സിമം ആ ഒരു ഫുൾ ടാർഗറ്റ് കിട്ടുന്നവരെ മാക്സിമം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ആ സ്വിംഗ് ലോ തന്നെയാണ്. പക്ഷേ അതെത്തിയിട്ട് നമ്മൾ നേരെ കോസ്റ്റിക്ക് ട്രയൽ ചെയ്തിട്ട് മാക്സിമം ആ ഒരു പ്രോഫിറ്റ് റൺ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. സോ ട്രേഡിങ്ങിൽ എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആവാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ ചലഞ്ച് ഈ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. കാരണം ഞാനും ഒരിക്കലും പറഞ്ഞു ഞാൻ ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്, എനിക്ക് ഇപ്പോൾ ഈ ചലഞ്ച് അച്ചീവ് ചെയ്യും. എല്ലാവരും ഒരു ബിഗിനർ ട്രേഡേഴ്സിൻ്റെ മാതിരിക്ക് തന്നെയാണ് ഞാനും. പക്ഷേ കുറച്ചും കൂടി മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രമേ, ഒരു 1-2 കൊല്ലം മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കാര്യം മാർക്കറ്റ് ഓരോ പീരിയഡ്സിൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സും മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്നും നമ്മൾ ഒരേ സിസ്റ്റം വെച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് വരുമ്പോൾ നമ്മൾ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ആ ഒരു ലെവലിൽ പോകണം. അതിൽ കുറച്ച് കാലം പ്രോഫിറ്റ് ഉണ്ടാവും, വീണ്ടും കഴിഞ്ഞാൽ ആ സിസ്റ്റം വർക്ക് ചെയ്യാതെ പോകും. അപ്പോൾ നമ്മൾ സിസ്റ്റം വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം. അതൊരു സൈക്കിളാണ്. ആ സൈക്കിളിലായിരിക്കും അല്ലാതെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എല്ലാ കാലവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല മാർക്കറ്റിന്. അതൊരു വളരെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ട്രേഡ് ചെയ്യണവർക്ക് അറിയുണ്ടാവും. സോ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ ഡേ 18 ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നമ്മൾ ഡേ 18 പോസിറ്റീവിലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഏതായാലും ഈ ചലഞ്ച് മുന്നോട്ട് പോയി നോക്കാം എന്തായിരിക്കും എന്ന്. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.